നിങ്ങൾ കാണിച്ച് ഭയങ്കര ബോറായി പോയി. ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. നീ എന്നെ പേടിപ്പിക്ക. എന്റെ മോക്ക് വല്ലതും സംഭവിച്ചാൽ അങ്ങനെ വഴിക്ക് വാ. ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. 5 നയാ പൈസ ഞാൻ തരത്തില്ല റാസ്കൽ. മിസ്റ്റർ MRC, നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും നിങ്ങളുടെ മകൾ ഇവിടെ സുഖമായിട്ട് കഴിയുകയാണെന്ന്. വെറുതെയാണ് മിസ്റ്റർ. ഓരോ നിമിഷവും ക്രൂരമായ പീഡനങ്ങളേറ്റവൾ പുളയുകയാണ്. വേണമെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കുറിച്ച് കേട്ടോളൂ. കരയടി. എനിക്ക് മനസ്സില്ല. എടീ, കരയാനാ പറഞ്ഞത്. താനാരാ എന്നെ കരയിക്കാൻ? കരയാൻ പറഞ്ഞാലും കരച്ചിൽ കേട്ടില്ല അല്ലേ? കേൾക്കില്ല. കരയാൻ പോലും അശക്തിയായി കിടക്കുകയാണ് അവൾ. എടാ ടൈഗർ, നീ ജയിലിൽ പോകാൻ ഒരുങ്ങിക്കോ. സിറ്റി ടൈഗേഴ്സ് അത്ര മണ്ടന്മാരൊന്നുമല്ല. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കും. എനിക്ക് എസ് ഓർണോ കിട്ടിയിരിക്കണം. തെണ്ടികള്. അവന്മാർക്ക് MRC ആരാന്ന് അറിയാൻ പാടില്ല. പിന്നെ ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് ഒരു ടിക്കറ്റ് പറഞ്ഞാലോ എന്ന് ആലോചിക്കാം. എന്തിന്? എനിക്ക് തിരിച്ചു പോണ്ടേ? നീ തിരിച്ചു പോകാൻ വരട്ടെ. ഇവിടെ കാര്യങ്ങളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുക. അവന്മാർ ആ പെൺകുട്ടിയെ താമസിയാതെ കൊല്ലും. എന്താ ഇത്ര ഉറപ്പ്? അതിനു മുമ്പ് പോലീസ് അവരെ പിടിച്ചാലോ? ചെല്ല, എന്തെങ്കിലും ഒന്ന് മുന്നിൽ കാണാതെ ഞാൻ പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പണത്തിന് വേണ്ടി അവന്മാര് വിളിക്കുമ്പോഴൊക്കെ തരില്ല എന്ന് ഞാൻ പറയും. പണം കിട്ടില്ല എന്ന് ഉറപ്പാകുകയും പോലീസ് പിടിച്ചേക്കുന്ന് സംശയം ഉണ്ടാകുകയും ചെയ്യുമ്പോ അവന്മാര് കൊന്നിരിക്കും. നീ തൽക്കാലം ഇവിടെ തന്നെ നിക്ക്. ഈ പൊല്ലാപ്പൊന്ന് അവസാനിച്ച് കിട്ടിയാൽ. എത്ര കാലം ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്? ഇല്ല ഡിയർ, കുറച്ചു ദിവസം കഴിയട്ടെ. അത് കഴിഞ്ഞാൽ മറിയോ. എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല, അതിലെന്ത് ഇൻസ്പെക്ടർ, എന്റെ മോള്. നോ 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 നോ, ആ കണ്ണുകൾ തുടയ്ക്ക MRC. ഒരു മകള് നഷ്ടപ്പെട്ട അച്ഛന്റെ വികാരം എനിക്കറിയാം. ഞാൻ ഉറപ്പ് തരുന്നു, അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ മകളെ ഞാൻ ഇവിടെ എത്തിക്കും. അതോർക്കുമ്പോഴേ കൂടുതൽ വിഷമം. എന്താ, മകള് തിരിച്ചു വരുന്നുണ്ടോ? അതല്ല, അവളെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയ്ക്ക് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇൻസ്പെക്ടർ. എന്താ ഇത് MRC? കൊച്ചുകുട്ടികളെ പോലെ പ്ലീസ്. സിറ്റി ടൈഗേഴ്സ് ആയിരിക്കും. അല്ല, അത് സെയിൽ ടാക്സി ഞാൻ എടുക്കാം. സിറ്റി ടൈഗേഴ്സ്. സെയിൽസ് ടാക്സ് അല്ല, സിറ്റി ടൈഗേഴ്സ് ആണ്. MRCയുടെ ശബ്ദത്തിൽ ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? MRC ആണല്ലോ. എന്താ ടൈഗറിന് സംശയം തോന്നുന്നുണ്ടോ? എന്തായി തീരുമാനം? നാളെ പറഞ്ഞ സംഖ്യ തരാൻ പറ്റുമോ? തരാമല്ലോ. നാളെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ കുറച്ചു മുമ്പ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഏത് കയറോഫില? അങ്ങനെ പറഞ്ഞു. തരില്ല എന്ന് പറഞ്ഞോ? കള്ളം പറയാ ടൈഗർ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കേട്ടതിൽ തെറ്റിയതായിരിക്കും. എന്ത് പുല്ലെങ്കിലും ആവട്ടെ. അപ്പൊ നാളെ എങ്ങനെ എക്സ്ചേഞ്ച്? അത് നാളെ രാവിലെ കൃത്യം 7 മണിക്ക് സുഭാഷ് നഗറിലുള്ള ചതുപ്പ് നിലത്തിനടുത്ത് ഞാൻ പെട്ടിയുമായി എത്താം. ഏത് പെട്ടി? പണപ്പെട്ടി. അവിടെ പുള്ളിയുടെ മകളുമായി. ആരുടെ മകള്? എന്റെ മകള്, ഏക മകൾ ആശ. നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം. ശരി, അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറിൽ കാണാം. നല്ല ബുദ്ധി തോന്നിന് നന്ദി. MRC, പോലീസോ പട്ടാളോ വല്ലോ ഉണ്ടെങ്കിൽ. അയ്യോ, ഒരിക്കലും ഇല്ല. എന്നെ വിശ്വസിക്കൂ. MRC ആണ് പറയുന്നത്. ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞങ്ങൾ ഓഫീസിൽ നിന്നാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ. അവിടുത്തെ ഫോൺ നമ്പർ എത്ര? അത് 354. അതൊക്കെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. പൂഞ്ഞാർ. സിറ്റി ടൈഗേഴ്സ് ആവശ്യപ്പെട്ട കാശ് റെഡിയാക്കിക്കൊള്ളുക. അള്ളായുടെ കൃപയുണ്ടെങ്കിൽ നാളെ രാവിലെ എല്ലാം ശുഭമായി അവസാനിക്കും. പണമെന്ന് പറഞ്ഞ 1.5 ലക്ഷം. ഈ മോളിലും താഴെ നോട്ട് വെച്ചിട്ട് ഇടയ്ക്ക് പേപ്പർ വെച്ചാ പോരെ? നോ 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 നോ, ഇപ്പോഴത്തെ കിഡ്നാപ്പേഴ്സിനെ മിസ്റ്റർ MRCക്ക് അറിയില്ല. ദേ ആർ സയന്റിഫിക്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവരത് കണ്ടുപിടിക്കും. പരീക്ഷണത്തിന് മെനക്കെടണ്ട. പണം റെഡിയായിക്കൊള്ളുക, ഇല്ലെങ്കിൽ മോള് ക്ലീൻ ഔട്ട്.
അയ്യോ എന്റെ മോള് കരയല്ലേ മർസി, കരയല്ലേ. അല്ല നാളെ രാവിലെ പിടികിട്ടുമല്ലേ? 3.5 തരം. അതിനുവേണ്ടി എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓവർ. ഹലോ, ആ സാമജിയാ, എന്താ വിശേഷം? അയാള് പണം തരാന്ന് പറഞ്ഞല്ലേ? ഇല്ലല്ലോ. കള്ളം പറയാതെ മോനെ, എനിക്കറിയാം. ശരി, പറഞ്ഞു, എന്താ കാര്യം? ആ ഫോൺ ചെയ്തത് MRC അല്ല, SI അബൂ ഹസനാ. പോലീസിന്റെ വലയിൽ പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ നാളെ പോകരുത്. പോയാ നിങ്ങൾ അകത്താ. വിശ്വാസവഞ്ചന കാണിച്ചാൽ ആ പെണ്ണിനെ ഇന്ന് തന്നെ അങ്ങ് തട്ടിയര്. അയാളൊന്ന് പഠിക്കട്ടെ. ഇതെല്ലാം അത്ര വ്യക്തമായിട്ട് അറിയാം. നിങ്ങളാരാ? ദൈവോ? തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് ബുദ്ധി. സ്വാമിജി, ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം സിറ്റി ടൈഗേഴ്സിന് ആവശ്യമില്ല. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം, എങ്ങനെ നീങ്ങണം ഞങ്ങൾ തീരുമാനിച്ചോളാം. വെക്കട്ടെ? ഇനി ഇങ്ങോട്ട് അധികം വിളിച്ച ബുദ്ധിമുട്ടൊന്നുമില്ല. ഹലോ ഹലോ. അബു ഹസൻ, എല്ലാം റെഡിയായോ? യെസ് സർ. ടെൻഷന് വാച്ച് കെട്ടാനും മറന്നു. സമയം എന്തായി? ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബി റെഡി. യെസ് സർ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് സിറ്റി ടൈഗേഴ്സ് നമ്മുടെ വലയിൽ വീഴും. ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക. ഓവർ. ഓക്കെ സർ. അബു ഹസൻ, MRC എത്തിക്കഴിഞ്ഞു. കഷ്ടിച്ച് 1 സെക്കൻഡ് മാത്രം. സിറ്റി ടൈഗേഴ്സ് വരാൻ സമയമായി. ഓവർ. വേഷം മാറി വന്നിരിക്കുകയാണല്ലേ. നാട്ടുമ്പുറത്തുകാരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ വിട്ടികളെ? അബു ഹസൻ, നീ റെഡി? സിറ്റി ടൈഗേഴ്സ് എത്തിക്കഴിഞ്ഞു. മുന്നിൽ നടക്കുന്ന കൊമ്പൻ മീശക്കാരൻ വയസ്സിന്റെ കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കുള്ള സാധനമുണ്ട്. അത് മോസ്റ്റ് മോഡേൺ മെഷീൻ ഗണ്ണാണ്. തേങ്ങാ പോലൊരു സാധനം കയ്യിലുള്ളത് ഡൈനാമിറ്റോ ബോംബോ ആയിരിക്കും. അവരുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ഇനി എങ്ങനാ പോകേണ്ടത് പണിക്കരെ? എങ്ങോട്ടാന്ന് ചോദിച്ചാ കിഴക്കോട്ടെന്നല്ലേ പ്രശ്നത്തെ കണ്ടത്. കിഴക്ക് എവിടെ? അതിപ്പോ എങ്ങനെ അറിയാം? കിഴക്ക് പടിഞ്ഞാറ് കിട്ടിയാ പറയായിരുന്നു. കിഴക്ക് എവിടെയാന്ന് എന്താ ഇടോ? ഒന്നുകൂടെ നോക്കാ പണിക്കരെ. നടന്ന് തളർന്നു. ഓ വയ്യേ വയ്യ. നോക്കാനൊന്നും ഇല്ല, എന്നാലും തമ്പുരാന് വേണ്ടി ഒന്നുകൂടി നോക്കാം. അമ്മേ നാരായണ. അല്ലാ, ബോംബ് വെക്കാനുള്ള ശ്രമമാണല്ലോ. എന്താ അവരുടെ ഉദ്ദേശം? ഓവർ. ഹലോ, ബോംബ്. ഓവർ. കണ്ടില്ലേ തെളിഞ്ഞിരിക്കണത്? ഇനിയും കിഴക്കോട്ട് തന്നെയാ. ഇനി കിഴക്കോട്ട് പോയ അറബിക്കടലിലെത്തും. എന്ന് തുടങ്ങിയ നടപ്പാണ്. നടപ്പാണ്. എപ്പോഴാ തീരുക? ഇനി ഉടനെ കണ്ടു കിട്ടണത് വരെ എന്താ എന്താ ഇനിയിപ്പൊ കിഴക്ക് എവിടാന്ന് എങ്ങനെ അറിയാ? കിഴക്ക് ഓടോ, അതാ നിക്കണ അവിടെ. അതവർ MRC ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അവർ മൂവ് ചെയ്ത് തുടങ്ങി. Come on, arrest them, fire! എന്തിനാ അവിടെ പോലീസ്? അയ്യോ എന്റെ അച്ഛൻ. ഓ, തോക്ക്. Hands up. മാറ്റടാ തോക്ക്. നിന്നെ ഒന്നും എന്റെ കൈ കിട്ടില്ലെന്ന് വിചാരിച്ചോ? ഈ മീശപ്പൊക്കെ അടുത്തിട്. മാർച്ച് 17 കാണാതായ കേണൽ നമ്പ്യാരുടെ ഭാര്യ ലീല, മെയ് 4 കാണാതായ ബാങ്കർ മൂസ ഹാജിയുടെ മകൾ സുഹറ, ജൂൺ 12 13 ഇടയ്ക്ക് സെന്റ് മൈക്കൽസ് കോൺവെന്റിൽ നിന്ന് അപ്രത്യക്ഷരായ നീന നീത്തു എന്ന 2 പിഞ്ച് പെൺകുട്ടികൾ. പറയടാ,
ഇനിയും തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത മേൽപ്പറഞ്ഞ കിഡ്നാപ്പിംഗ് കേസുകൾ മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ? Tell me. Come on. ഏയ് എന്തൊക്കെയാ നിങ്ങൾ പറയണത്? ഒരു പിടിയും കിട്ടലില്ല. വേണ്ട. സിറ്റി ടൈഗേഴ്സ് എന്ന അപര നാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധരെ ഈ അബു ഹസന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കണ്ട. ഈ വിവരക്കേട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? എവിടെയാ പെൺകുട്ടി? പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണ്. ഓഹോ, അപ്പൊ ആൺകുട്ടിയും കിഡ്നാപ്പ് ചെയ്തോ? എവിടെയവർ? വീടും വിട്ട് പ്രായമായ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയ എന്റെ ഏക മകൻ കുഞ്ഞുകുട്ടനെ അന്വേഷിച്ചിറങ്ങിയവരാ ഞങ്ങള്. 30ാമത്തെ പിറന്നാളിന് മുമ്പായി വാഹനാപകടം ഉണ്ടാവാൻ യോഗ ഉണ്ടെന്നാണ് ജാതകത്തിൽ. വണ്ടിയും കാറൊക്കെ ഉള്ള സ്ഥലല്ലേ, എന്ത് പറ്റിയെന്നറിയാൻ വന്നതാ. ജീവൻ പോയിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിച്ചോണ്ട് പോണം. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലഞ്ചേരി ഭഗവതി ആണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാറ് സമ്മതിച്ചിട്ട് വേണ്ടേ? അല്ലേ വലിയ രാമൻ നായരെ? അതെ, ചെറിയ രാമൻ നായരെ. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. അതുപോട്ടെ അങ്കിൾ, നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഇന്നു മുതൽ എന്റെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും. ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. എവിടെയാ നിങ്ങളുടെ മകൻ? അതല്ലേ ഞങ്ങൾ ഇങ്ങനെ തേടി നടക്കണത്. ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? തമ്പുരാനെ, ഫോട്ടോ ഫോട്ടോ. ചെല്ല ചെല്ല. ഫോട്ടോ. പിഞ്ചു കുഞ്ഞാണല്ലേ? അയ്യോ അല്ല, 30 വയസ്സാകാൻ പോവാ. ഓഹോ, ഇത് കുഞ്ഞുനാളിലെ ഫോട്ടോവാ, അത് വെച്ചങ്ങ് കണക്കൂട്ടിയാ മതി. ഓഹോ, ഇപ്പൊ കണ്ടാ എങ്ങനെ ഇരിക്കും? വല്യമ്പുരാനെ മുറിച്ച മുറി. ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. എത്രയും വേഗം മകനെ കണ്ടുപിടിക്കാൻ പടച്ചോ നമ്മളെ സഹായിക്കട്ടെ. ഞാനും സഹായിക്കാം. ഓ, എടി എടി എടി, ഞാൻ അത്ര മണ്ടൊന്നുമല്ല. നിന്റെ ആ പെരട്ട് കിളവ തന്തയുണ്ടല്ലോ, അവൻ ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കി. നിന്നെ കൊല്ലാതെ വിടുമെന്ന് വിചാരിക്കണ്ട. എന്ത് കുന്തം വേണേലും ചെയ്യ്. എനിക്ക് വിശന്നിട്ട് വയ്യ. ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഉറക്കം നിലവിളിക്കാൻ പറഞ്ഞേക്കാം. ആ സെക്കൻഡിൽ നിന്നെ കൊന്നിരിക്കും. പിന്നെ എന്നെ കൊല്ലാൻ മൂർച്ചയുള്ള ഒരു പിച്ചാത്തിയെങ്കിലും ഇവിടെ ഉണ്ടോ? അയ്യ, നിന്നെ പോലെ നീർക്കൊല്ലിയ കൊല്ല എന്തിനടി കത്തി? ഈ കോഴിയൊക്കെ കൊല്ലുന്നവരെ കഴുത്തിരിച്ച് കൊന്നുകളെ ഞാൻ. ഇങ്ങ് വാടാ കഴുത്തിലിരിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 1 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഒച്ചയിടും. താഴെ ആളുകൾ താമസിക്കുന്നുണ്ടെന്നേ എനിക്കറിയാം. പിന്നെ താൻ ചെട്ടിയാരുടെ കാശും വീട്ടുവാടകയും ഒക്കെ കൊടുക്കും. താഴെ ആളുകൾ താമസിക്കുന്നവരെ നീ അവളോട് പറഞ്ഞു അല്ലേ? പറഞ്ഞു, അതിനെന്താ? അവസാനം നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും അല്ലടാ? രാമേന്ദ്ര ദേഷ്യപ്പെടല്ലേ? അല്ലെ തന്നെ അച്ഛനെ കണ്ടത് മുതൽ മനസ്സിന് ആകെ ഒരു സമാധാനം ഇല്ലാണ്ടിരിക്കുക. എന്നാ അച്ഛനെ കൂടെ അങ്ങോട്ട് പോരുന്നില്ലേ? മനുഷ്യനിവിടെ തീയും ചവിട്ടി നിൽക്കുക. അപ്പോഴാ അവന്റെ ഒരു അച്ഛനും കുച്ചനും. ആ, ഞാൻ ആ MRC ഒന്ന് കാണാൻ പോവാ. അവസാന കയ്യിൽ നിന്ന് നോക്കട്ടെ പണം കിട്ടുമോ ഇല്ലയോന്ന്. ഞാൻ വരട്ടെ. അപ്പൊ ഇവിടെ കാവലിനാരാ? നിന്റെ മറ്റവനോ? മര്യാദയ്ക്ക് അവളെ നോക്കി ഇവിടെ ഇരുന്നോണം. എന്താ? ദയവ് ചെയ്ത് കുട്ടി ഒച്ചയൊന്നും ഉണ്ടാക്കല്ലേ. ആളുകൾ അറിഞ്ഞാ ഒക്കെ തീരും. പോലീസ് വരും, പിടിച്ചോണ്ട് പോകും. അവര് നല്ലതുപോലെ ദേഹോദ്രവേൽപ്പിക്കുകയും ചെയ്യും. അതേ, ഞാൻ ആ വെള്ളക്കുരങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അത് പോട്ടെ, തനിക്ക് വിശക്കുന്നില്ലേ? ആ, വിശപ്പൊക്കെ കലശലായിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യം? ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഒരു ചില്ലി കാശും ഇല്ല. കാശ് ഞാൻ തരാം. എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിട്ട് വരുമോ? അയ്യോ, കാശുണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോയി എന്തും വാങ്ങിച്ചോണ്ട് വരാം. എന്താ? ഹലോ. അതെ, വാ. താങ്ക് യു. കാര്യങ്ങളെല്ലാം അറിഞ്ഞു സാർ. എന്ത് കാര്യങ്ങള്? സാറിന്റെ മകളെ സിറ്റി ടൈഗേഴ്സ് തട്ടിക്കൊണ്ടുപോയ കാര്യം. ആ, ഇരിക്ക. ഞങ്ങളെ സാറിന് സംശയം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തിന് സംശയം? അല്ലെങ്കിൽ ദുരന്തം ഇവിടെ സംഭവിച്ചിട്ട് ഞാനും എന്റെ സുഹൃത്തും ഒന്ന് തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞാൽ
ആരായാലും സംശയിച്ചു പോകും സാർ. ഇടയ്ക്ക് ബോംബെ വരെ ഒന്ന് പോയിരുന്നേ. ഇപ്പൊ വരുന്ന വഴിയാ. ഈ ബിസിനസിന്റെ ഒരു ബുദ്ധിമുട്ട്. ആ, നിങ്ങൾ സ്വല്പം ബുദ്ധിമുട്ടിലാണെന്നറിയാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് സാർ. ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ബോംബെയിൽ നിന്നും വരുന്ന വഴി ട്രെയിനിൽ വെച്ചൊരു ചെറുപ്പക്കാരുമായി പരിചയപ്പെട്ടു. സംസാരിച്ചു വന്ന കൂട്ടത്തിലാണ് അറിയുന്നത് അയാൾ സിറ്റി ടൈഗേഴ്സിന്റെ വർക്കറാണെന്ന്. എന്തിന്റെ വർക്കറാ? സിറ്റി ടൈഗേഴ്സ്. ഓ, അവര്. ആ, എന്നിട്ട് സാറിന്റെ മകളുടെ കാര്യവും സംസാരിച്ച കൂട്ടത്തിൽ വന്നു. അവരാകെ കോപിച്ചിരിക്കുകയാണ് സാർ. സാർ വിവരങ്ങൾ പോലീസിൽ അറിയിച്ചത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കുട്ടിയെ കൊല്ലും എന്നിവരവരെന്നോട് പറഞ്ഞു. അവരങ്ങനെ തീർത്ത് പറഞ്ഞോ? പറഞ്ഞു സാർ. പക്ഷെ ഞാനൊരു തരത്തിൽ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ടേ. പണം എന്റെ തന്ന ഞാൻ തന്നെ സിറ്റി ടൈഗേഴ്സിനെ കണ്ട് മോളെയും കൂട്ടി കൊണ്ട് വരായിരുന്നു. മോളെ കൊണ്ടുവരണം. അവർ ചോദിക്കുന്ന ഇരട്ടി പണവും ഞാൻ കൊടുക്കാം. പക്ഷെ കൊണ്ടുവരുന്ന ജീവനോടെ ആയിരിക്കരുത്. സാർ എന്താ സാർ ഈ പറയുന്നത്? അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. സാർ ഇത്ര മനുഷ്യത്വമില്ല സംസാരിക്കരുത്. ഞാൻ എന്തൊക്കെയായാലും എന്നെ മനുഷ്യത്വം പഠിപ്പിക്കണ്ട. പറഞ്ഞ പോലെ ചെയ്താൽ മതി. സാർ സിറ്റി ടൈഗേഴ്സ് അത്രക്കാരല്ല. തനിക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. അവർ പാവങ്ങളാണ് സാർ. പണം കിട്ടുമെന്നറിഞ്ഞാൽ ഏത് പട്ടിയും ചെയ്യവിടൂ. സാർ സ്വന്തം മകളെ ആരോ തട്ടിക്കൊണ്ടുപോയി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവർ ആവശ്യപ്പെട്ട നിസ്സാരമായ ഒരു തുക കൊടുത്ത് മകളെ രക്ഷിക്കേണ്ട ഒരു അച്ഛൻ എന്റെ മകളെ കൊല്ലൂ, അവളുടെ ശവമാണ് എനിക്ക് ആവശ്യം പറഞ്ഞ ക്രൂരത കുറച്ച് കൂടുതലാണ് സാർ. ആ, ഞാൻ സ്വല്പം ക്രൂരനാ. എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. അത് ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞു. നടക്കില്ല സാർ. അത് നടക്കില്ല. ആ ഇല്ല. എങ്കിൽ അവന്മാരുടെ ശവം കൂടെ ഞാൻ എടുക്കേണ്ടി വരും. സിറ്റി ടൈഗേഴ്സിനെ പേടിപ്പിക്കരുത്. Shut up. യു ഷട്ട് അപ്പ്. എന്റെ വീട്ടിൽ കയറുന്നു, എന്നോട് അട്ടിക്കരുന്നു. എറണാകുളത്ത് ഇറങ്ങായി മിസ്റ്റർ. താനായി തന്റെ മകളായി. തനിക്കും തന്റെ മകൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമല്ലോ. പേടിപ്പിക്കലോ. വെറുതെ അല്ല മോളെ കരക്കാരെ തട്ടിക്കൊണ്ടുപോയത്. തെണ്ടി. അതെ, തുക ഇത്തിരി കുറച്ചാവുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? തുക അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തോന്ന് കിഡ്നാപ്പേഴ്സാ ഇവനൊക്കെ. പറഞ്ഞ വാക്കിൽ ഉറച്ചിക്കാൻ വേണ പോടാ. അങ്ങനെയാണെങ്കിൽ തന്റെ കാര്യം പോക്കാടൂ. കുഞ്ഞുട്ടാ, അയ്യോ അമ്മേ. മോനെ അപ്പല്ലേ ജെയിംസിനെ തല്ലിയത്. അതിനു മുമ്പ് തല്ലിയിട്ടുണ്ട്. അവര് കൂടുതൽ ആളിറക്കിയിരിക്കുകയാണ് സാർ. ആര്? സിറ്റി ടൈഗേഴ്സ്. കടുക്കനിട്ട് വെളുത്ത് തടിച്ച കുള്ളനായ ഒരു മീശക്കാരനാണ് സാർ പുതിയ ഗാങ്ങിന്റെ ലീഡർ. അവര് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നു സാർ. ആ റെഡിന്റെ കറമ്പനും ഉണ്ടായിരുന്നു. എല്ലാത്തരം ആധുനിക ആയുധങ്ങളും ഉണ്ടോ കയ്യില്. ആ നേതാവിന്റെ കയ്യില് നമ്മുടെ വടിവാള് പോലെ ഒരെണ്ണം. വടിവാളല്ലേ അത്? അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രാനൈഡ്. ആയുധങ്ങളില്ലാതെ ഞങ്ങൾ ഇനി പുറത്തു പോവാണെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. ഓ, അതിന് ഞാൻ എന്ത് ചെയ്യാൻ? ആ ബാങ്ക് ലോൺ ഒന്ന് പാസ്സായി കിട്ടിയിരുന്നെങ്കിൽ ഓരോരുത്തർക്കും കത്തിയോ പിസ്റ്റലോ എന്ത് കുന്തം വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തന്നെ. ഒരു മെഷീൻ ഗൺ വേണം സാർ. അതൊരു അന്തസ്സാ. വായിക്കാവിടെ കുറച്ച് കാശ് കൈ വന്നിരുന്നെങ്കിൽ സ്വീഡനിലോ മറ്റോ പോയി കുറച്ച് ആയുധങ്ങൾക്ക് ഓർഡർ കൊടുക്കാമായിരുന്നു. കിഡ്നാപ്പിംഗ്, ലളിതമായ 100 വഴികൾ എന്ന് എന്റെ ഗ്രന്ഥം റിലീസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് കാശ് കൈ കിടന്ന് മറിഞ്ഞേനെ. നിങ്ങൾ ആദ്യം ആ സ്വാമിജി പറഞ്ഞ കുട്ടിയുടെ കാര്യം ശരിയാക്കാൻ നോക്കൂ. അല്ല സാർ, അത് പുതിയ ആയുധങ്ങൾ എത്തിയിട്ട് പോരെ? സിറ്റി ടൈഗേഴ്സ് വേണ്ട, അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കണ്ട. ആയുധമില്ലാതെയുള്ള ആക്രമണത്തിന്റെ എത്ര രീതികൾ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ അത് നോക്കിയാൽ മതി. നഷ്ടപ്പെടുത്താൻ സമയമില്ല. ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. സിറ്റി ടൈഗേഴ്സ്. രാമേന്ദ്ര, രാമേന്ദ്ര, അച്ഛനും തന്നെ കണ്ടു. എല്ലാവരും എന്റെ പുറകെ ഓടി. ഞാൻ അസലായിട്ട് ഓടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ആ കുട്ടി നല്ല കുട്ടിയാ. ഭക്ഷണം വാങ്ങിക്കാൻ കാശ് തന്നു. ആശ,
കുട്ടിക്ക് വീട്ടിലേക്ക് പോവാം. ചെയ്ത തെറ്റിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ആകെ വഴിമുട്ടിപ്പോയൊരു ചുറ്റുപാടിൽ ഞങ്ങൾക്ക് തോന്നിയൊരു മണ്ടത്തരം അത്. പോയിക്കോളൂ, പോലീസ് സ്റ്റേഷനിൽ പോവാം, കംപ്ലൈന്റ് കൊടുക്കാം. കുട്ടിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ഇറങ്ങിക്കോളൂ. രാമേന്ദ്ര, ചെട്ടിയാര് ഇവിടുത്തെ വാടക? എന്താ രാമേന്ദ്ര, അപ്പൊ പണം വേണ്ടേ? വേണം, പക്ഷെ കിട്ടണമെങ്കിൽ അവളെ കൊല്ലണം. കൊന്നാൽ എത്ര രൂപ തരാന്ന് അയാൾ പറഞ്ഞത്. കൊല്ലാനോ? സ്വന്തം മകളെ? അയാൾക്ക് വല്ല മാനസിക രോഗമുണ്ടോ? എനിക്കൊന്നും അറിയില്ല. ആ പെണ്ണ് മരിച്ചു കാണാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എന്തൊരു മനുഷ്യനാണ് അയാൾ. മനുഷ്യനല്ല, മൃഗം. അയ്യോ രാമേന്ദ്ര, അങ്ങനെയാണെങ്കിൽ അവളെ നമ്മളിപ്പോ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് വലിയ അപകടമായി പോയല്ലോ. പിന്നെ എന്ത് ചെയ്യാനാ? നിനക്കും അയാളെ പോലെ തന്നെ മനസാക്ഷി ഇല്ലാതായി പോയോ? കൊലക്കത്തിയുടെ മുമ്പിലേക്കല്ലേ നീ അവളെ ഇപ്പൊ പറഞ്ഞയച്ചത്? പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? അവള് വീട്ടിലെത്തുന്നതിന് മുമ്പ് അവളോട് ഈ വിവരം പറയണം, രക്ഷിക്കണം. ഞാൻ ആ വഴിക്ക് ചിന്തിച്ചില്ല. വാ. ഞങ്ങൾ പറഞ്ഞൊക്കെ ഇപ്പൊ എനിക്കെല്ലാം ബോധ്യമായി. അയാളുടെ സ്നേഹപ്രകടനത്തിൽ സംശയം തോന്നി തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. അയാൾ എന്റെ അച്ഛനല്ല. എന്റെ അച്ഛന്റെ മരണശേഷം അമ്മയുടെ പേരിലുള്ള സ്ഥാപനങ്ങളും സ്വത്തുക്കളും ഒക്കെ നോക്കി നടത്താൻ ഒരാള് വേണമായിരുന്നു. മാനേജറായി വന്ന അയാൾ എല്ലാത്തിന്റെയും കൈകാര്യകർത്താവായി. അമ്മയെ അയാൾ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. അധികമാവും മുമ്പ് അമ്മ മരിച്ചു. അയാൾ എന്തിനാ കുട്ടിയെ കൊല്ലണമെന്ന് പറയുന്നത്? അതുകൊണ്ട് അയാൾക്കെന്താ ലാഭം? മരിക്കുന്നതിന് മുമ്പ് അമ്മ വിൽപത്രം എഴുതി വെച്ചു. എനിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടേ സ്വത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമുണ്ടാവൂ. അതും ഞാൻ നിശ്ചയിക്കുന്ന പോലെ. എനിക്ക് 18 ആകുന്നവരെ അയാൾ വിവാഹം കഴിക്കാനും പാടില്ല. എനിക്ക് 18 ആകാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അയാൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ അയാൾക്കൊന്നും കൊടുക്കാൻ പോകുന്നില്ല എന്ന്. അയാൾക്ക് പണം മാത്രം മതി. നിങ്ങളും പണത്തിന് വേണ്ടിയാണല്ലോ എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നത്. ഞങ്ങളുടെ കാര്യം കുറച്ച് വ്യത്യാസമുണ്ട്. വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വിശദമായിട്ട് കുട്ടിയോട് ഞാനെന്ന് പറഞ്ഞല്ലേ. ആശിനി എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്കറിയില്ല. വീട്ടിലേക്ക് പോകണ്ട, ആ ദുഷ്ടം കുട്ടിയെ വെറുതെ വിടില്ല. ഇനി മുതൽ ആശ ഒറ്റയ്ക്കല്ല. 18 വയസ്സാകുന്നവരെ ആശയ്ക്ക് ഇവിടെ കഴിയാം. ആ MRC എന്ത് ചെയ്യും നോക്കല്ല. ഹലോ, ഞാൻ സ്വാമിജിയാ. എന്താ സ്വാമിജി? MRC കാശ് തരില്ലെന്നുള്ള പിടിവാശിയിലല്ലേ? പക്ഷെ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ആ കുട്ടിയെ കൊല്ലുകയാണെങ്കിൽ അയാൾ കാശ് തരും. അതെ, തന്നേക്കും. ഇനി 18 വയസ്സാകാൻ അധികം നാളുകളില്ലല്ലോ. 18? അതെടാ കള്ള റാസ്കൽ MRC. ആശയ്ക്ക് 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ തനിക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ലല്ലോ. തന്നെ പിടിച്ച് പുറത്താക്കില്ലേ? ഹലോ, ഞാൻ സ്വാമിജിയാ. നിർത്തോ നിന്റെ ഒരു സ്വാമിജി. തന്റെ എല്ലാ കളികളും ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പേര് മാറ്റിയുള്ള ഫോൺ വിളിയും എല്ലാം. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ബ്ലഡി ഫൂൾ. ആശയ്ക്ക് 18 വയസ്സാകുന്നവരെ ഞങ്ങൾ അവളെ സംരക്ഷിക്കും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ വന്നിട്ട് തന്നെ ചവിട്ടി പുറത്താക്കും. താനൊരു തെരുവ് പട്ടിയെ പോലെ തെണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ നരകിച്ച് അവസാനം രക്തക്കണ്ണീരിലെ MR രാധയെ പോലെ താൻ കുഷ്ഠം പിടിച്ചു മരിക്കും. ഒരുങ്ങിക്കോ, ബാക്കി നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. റാംബോ ചാക്കോച്ചൻ ഹിയർ. ഓഹോ, തന്റെ അസുഖം തീർന്നില്ലേ? എന്തോന്ന് ചാക്കോച്ചാ, അന്ന് ഞാൻ ഇച്ചിരി തമാശ പറഞ്ഞെന്ന് വിചാരിച്ച അതും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? കളയുന്നേ. കൂടുതൽ ചക്കര വർത്തമാനമൊന്നും വേണ്ട, കാര്യം പറ. ഞാനൊരു അല്പം ബിസിയാ. തിരക്കിനിടയിൽ ഒരു അല്പസമയം എനിക്ക് വേണ്ടി കൂടെ മാറ്റി വെക്ക്. നമ്മുടെ ആ പഴയ കാര്യം. ഏത്? ആ പെങ്കൊച്ചിന്റെയോ? ആ ഫയൽ ഞങ്ങൾ അന്നേ ക്ലോസ് ചെയ്തു. ഇനി അത് തുറക്കുന്ന പ്രശ്നമേ ഇല്ല. ചാക്കോച്ചൻ അങ്ങനെ പറയരുത്. ജീവനോടെ വേണമെന്നില്ല. എങ്ങനെയെങ്കിലും ആ കുട്ടി ഒന്ന് കൊന്നു തന്നാ മതി. 5 ലക്ഷം ഞാൻ തരാം. ചാക്കോച്ചനാണ് സത്യം.
5 ലക്ഷമല്ല 5 കോടി തരാമെന്ന് പറഞ്ഞാലും അത് നടക്കില്ല. അവരോട് പൊരുതി ജയിക്കാൻ എന്റെ ഫോഴ്സിനാകില്ല. ഇതൊരു പച്ച പരമാർത്ഥമാണ്. ഒരു പ്രശ്നവുമില്ല. ഏത് സിറ്റി ടൈഗേഴ്സ്? 2 ദരിദ്രവാസി പയ്യന്മാര്. അവരൊന്നും ഒരു പ്രശ്നമല്ല ചാക്കോച്ച. നിങ്ങൾക്കത് പറയാം. ഏതോ അണ്ടർഗ്രൗണ്ട് താവളത്തിലുള്ളവരെ പല വലിയ പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. ഏത് സമയത്തും നിങ്ങളെ എന്നെ വരെ അവർ തട്ടിക്കൊണ്ടു പോയെന്ന് പറയാം. നിങ്ങൾ എന്തോന്നായി പറയുന്നേ? ഏത് അണ്ടർഗ്രൗണ്ടില്? ആ സെന്റ് മേരീസ് ചർച്ചിന്റെ മുമ്പിലൂടെ നേരെ വടക്കോട്ട് പോകുമ്പോ വലതുവശത്ത് കാണുന്ന വില്ലിംഗ്ടൺ സ്ട്രീറ്റിലെ ആ ബ്രോയിലർ കോഴി കച്ചവടം ചെയ്യുന്ന വീടിന്റെ മുകളത്തെ നിലയിലാ അവര് താമസം. ആ, നിങ്ങൾ വിചാരിച്ച നടക്കും ചാക്കോച്ച. ഉറപ്പൊന്നും പറയുന്നില്ല, എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ? 5 ലക്ഷം രൂപ ആയുസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയൊട്ട് കാണാനും പോകുന്നില്ല. നോ, വിടാൻ പറ്റില്ല. ഒരുത്തരും എനിക്ക് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. ഈ ചാക്കോച്ച ശ്രമിക്കാന്ന് പറഞ്ഞത് കേട്ടിരുന്നാലേ അവളുടെ ബർത്ത്ഡേക്ക് ഇനി അധികം ഇല്ല. അന്ന് അവൻ ഫോണിൽ പറഞ്ഞതുപോലെ അവര് പെണ്ണിനെയും കൊണ്ടിങ്ങ് വരും. ഇല്ല, അങ്ങനെ ആരും എന്നെ തോപ്പിക്കില്ല. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനമായാലും എളുപ്പം വേണം. MRC ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നേരിട്ടൊരു കൈ നോക്കാൻ പോവാ. ഇവനിത് എവിടെ പോയി? സാറിന്റെ മുടിയേ ഈ തലയില് മുടി ഈശ്വര. ഹലോ, വിഗ്മേക്കർ രവിയല്ലേ? ഇത് MRC. എനിക്ക് വളരെ അടിയന്തരമായിട്ട് 3-4 വിഗ് വേണമായിരുന്നു. പഴയതോ? അതേതോ കള്ളന്മാരെ കൊണ്ടുപോയടോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ചാക്കോച്ചനെ കൊണ്ട്. ഓ, അയാൾ വിചാരിച്ച ഒന്നും നടക്കത്തില്ല. ഞാൻ നോക്കിയിട്ട് ഇനി ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് ലൂക്കിനെ വരുത്താം. ലൂക്കോ? ആരാവൻ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ മോനാ. ഇപ്പൊ ബാംഗ്ലൂരിലാ.
അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മുഴുവൻ സ്വന്തം ആളാ. അവിടെ എന്ത് കുഴപ്പം നടന്നാലും അതിന്റെ പിന്നിൽ ലൂക്ക് കാണുമെന്നാ. ഇത്രയും വലിയ പുള്ളി പെട്ടെന്ന് കയറി വിളിച്ചാ വരുവോ? ഞാൻ വിളിക്കാം. എന്നെ കെട്ടണമെന്നും പറഞ്ഞ് കുറെ കാലം നടന്നതാ. വരാതിരിക്കില്ല.